നമസ്കാരം നന്ദന മാഡം. ഇങ്ങോട്ട് തന്നു, ഞാൻ പിടിച്ചോളാം. കല്യാണത്തിന് മുമ്പ് ഭർത്താവിന്റെ വീട്ടില് പൊറുക്കാൻ വന്നില്ലേ, ഇങ്ങ് തന്നാട്ടെ. സോറി, ഇപ്പൊ തന്നെ എടുക്കാൻ വയ്യാത്ത ഭാരം ചുമക്കുമല്ലേ എന്റെ ഭാവി ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഇളയമ്മ. ഇനിയിപ്പൊ എന്റെ പെട്ടി കൂടെ ചുമന്ന് കഷ്ടപ്പെടണമെന്നില്ല. ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. ആ ഹലോ ചേച്ചി, ഒന്നിങ്ങ് വന്നേ പറയട്ടെ. ഞാൻ ആരാണെന്ന് അറിയാലോ അല്ലേ? അറിയാം. ആ അറിയണം. ഇനി കുറച്ചുനാള് ഞാൻ ഇവിടെയാ താമസം. എന്താ നിങ്ങളുടെ പേര്? സുജാത. ഹാ സുജാത. സുജാത അപ്പന്റെ ഈ ബാഗ് എല്ലാം ഒന്ന് അകത്ത് വെച്ചിട്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് ഐസ് വാട്ടർ കൊണ്ടുവരണം. ശരി. നോ, വെറും ശരിയല്ല, ശരി മാഡം എന്ന് വേണം പറയാൻ. മനസ്സിലായോ? ശരി മാഡം. ആ അതന്നെ. എന്നെടുത്തുണ്ട് അച്ഛൻ. ആ നിക്കടി അവിടെ. കാടിനൊരു നിയമമുണ്ട്. രാജാവായ സിംഹം ഒന്നു മതിയെന്ന്. ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ സാമ്രാജ്യ. തൽക്കാലത്തേക്ക് നിനക്കിവിടെ ഒരു മുറി തന്നുള്ളത് സത്യ. അത് വെറും ഗസ്റ്റ് റൂമാ, മാസ്റ്റർ ബെഡ്റൂം അല്ല. ഇന്ന് വന്നാ നാളെ പോണൂന്നർത്ഥം. ആന വാ പിളർക്കും പോലെ അണ്ണ വാ പിളർക്കരുത്. അണ്ണാ കുൾപ്പട കീറിപ്പോവും. അതോർത്ത് വേണം ഈ വീട്ടിൽ നിൽക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇത് തൃച്ചംബരം വീടാ. ദേ കണ്ടല്ലോ, എന്നെപ്പോലെയും ചേച്ചിയെപ്പോലെയും മാന്യമായ ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീകളെ ഇവിടെ ഉള്ളൂ. അതെ, തൊലിവെളുപ്പ് കാണിക്കുന്ന നിന്റെ ഈ കീറലും പീറലും ഉള്ള ഡ്രസ്സുണ്ടല്ലോ, ഇന്ന് ഒരു പെട്ടി വെച്ച് പൂട്ടിക്കോണം. അല്ലെങ്കിൽ ഞാനതെടുത്ത് കത്തിച്ചു കളയും. ദേ ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ശരിയാ പെണ്ണുമ്പിള്ള, കത്തിക്കാൻ സമയായി. ഡ്രസ്സല്ല, തൃച്ചംബരത്തുള്ള 2 ജന്മങ്ങളെ, കല്യാണിയും വിലാസിനെയും. ഈ നന്ദന തൃച്ചംബരത്തെ ഇടതുകാല് വെച്ച് കയറുന്നത് അതിന് മാത്രം. സ്വാമി, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മോള് കല്യാണിയും ഒരു ചോരക്കുഞ്ഞിനെയും തനിച്ചാക്കിയിട്ട് എന്റെ സുതിയങ്ങ് വിളിച്ചപ്പോ നിന്നോട് പിണങ്ങി മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോയവനാണ് ഞാൻ. മാപ്പി. ഒന്നിനെ എടുക്കുമ്പോ മറ്റൊന്നിനെ തിരിച്ചു തരുന്ന രീതിയാണ് നീ കാണിച്ചത്. ഇപ്പൊ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഒന്നിനെ എടുക്കുമ്പോ മറ്റൊന്നിനെ തിരിച്ചു തരുന്ന രീതിയാണ് നീ കാണിച്ചത്. ഇപ്പൊ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഇന്നുവരെ എന്റെ കയ്യിൽ നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്ഷമിച്ച് നീ അനുഗ്രഹിക്കണം. എനിക്കും എന്റെ മക്കൾക്ക് നീയേ ഉള്ളൂ. കൂടെ ഉണ്ടാവണം. കൂടെ.
ആ ദാസേട്ടാ നമസ്കാരം. ആ നമസ്കാരം. ഒട്ടും പ്രതീക്ഷിക്കാത്ത കൂടിക്കാഴ്ചയാണല്ലോ. അത് ദാസേട്ടന്. ഞാൻ ഇവിടത്തെ പതിവുകാരന്. പകല് കവിടി നിരത്തി കണ്ണടച്ച് കണക്ക് കൂട്ടാനിരിക്കുമ്പോ ഓരോരുത്തരുടെയും ഭൂതവും ഭാവിയും നാവിലെത്തിക്കുന്നത് ഈ ഭഗവതിയാ. ഇവിടത്തെ അനുഗ്രഹമില്ലെങ്കിൽ ഈ ജോത്സ്യൻ ബാലകൃഷ്ണ പണിക്കർ ഒന്നുമല്ലെന്ന് തന്നെ പറയാം. എന്നാലും അനുഭവങ്ങളും സങ്കടങ്ങളുമാ നമ്മളെയൊക്കെ വിശ്വാസികളാക്കുന്നത്. ഇപ്പൊ ഞാൻ ക്ഷേത്രത്തിൽ വരാറില്ലെന്നേ ഉള്ളൂ, മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ടെന്നും. ആ മോക്കിപ്പ് എങ്ങനെയുണ്ട്? സുഖമായിട്ട് വീട്ടിൽ വന്നു അല്ലേ? വന്നു. അല്ല, പണിക്കരേശന് കല്യാണി അറിയോ? കൊള്ളാം. കല്യാണിയെ ഇവിടെ ആർക്കാ അറിയാത്തത്? ദാസേട്ടനെ പോലെയല്ല, അവള് ദിവസവും ഒരു നേരമെങ്കിലും ഇവിടെ ദേവിയെ കാണാൻ വരാറുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാം അവളെ അമ്പലപ്രാവെന്നാ വിളിക്കാറ്. എന്റെ മോള് ദേവിയെ കാത്തത് ആ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല ഞാൻ. ആ ദേവി മാത്രമല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും രക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. എന്താ ശരിയല്ലേ? അതെ, രണ്ടുപേരും ഞങ്ങൾക്ക് ഇപ്പൊ ഒരുപോലെ പണിക്കരേശനെ. തൃച്ചംബരത്ത് തറവാട്ടുകാര് പണ്ടേ അങ്ങനെ. ഒരു കാലത്ത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ വരെ വിശിഷ്ട സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്നുവെന്നാ പറയപ്പെടുന്നത്. ഏതായാലും കല്യാണി രക്ഷപ്പെട്ടല്ലോ, അത് മതി. ആ, ഇനി അവളെ നല്ലൊരു പയ്യന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. അതുകൂടി കഴിഞ്ഞാലേ സമാധാനമുള്ളൂ. അല്ല, അത് ചോദിക്കാൻ മറന്നു. ഇപ്പൊ എവിടെയാ ജ്യോതിഷാലയം? പണിക്കരേശൻ ഫലം പറയാറില്ലേ ഇപ്പോ? ഓ, അതൊക്കെ നിർത്തി. മക്കളൊക്കെ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആയപ്പോ അവർക്കതൊക്കെ ഒരു കുറച്ചില്ല. ഇപ്പൊ വെറും ഒരു അമ്പലവാസിയ. ആ കല്യാണിയുടെ നാളെന്ന് പറഞ്ഞേ. രാത്രി ഫലം പറയാൻ പാടില്ലെന്ന്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ കവിടി നിരത്തൊന്നുമില്ലല്ലോ. ദാസേട്ടൻ നക്ഷത്രം പറ. മകം, മീനമാസത്തിലെ മകാന്റെ മോള്. പുലർച്ചെ 6:23 ജനനം. ബുധൻ, ഗുരു, ശുക്രൻ. ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വ്യാഴമാണല്ലോ. ദാസേട്ടൻ കല്യാണിയുടെ ജാതകം എഴുതിയിട്ടുണ്ട്. അയ്യോ ഇല്ല. എന്താ പണിക്കരേശന്, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരണം. ജനനസമയം നാഴികയും വിനാഴികയും ഒക്കെ കൃത്യമായിരിക്കണം. ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചിട്ടാണ് ചില യോഗങ്ങൾ തീർച്ചപ്പെടുത്തുന്നത്. കല്യാണിയുടെ യോഗം അനുസരിച്ച് അവളുടെ വിവാഹം നടക്കാനുള്ള സമയമാ ഇനി വരാൻ പോണേ. ഉടൻ നടന്നാൽ ഉത്തമം. ഹോ, ഞാൻ ഭയന്നുപോയി. കല്യാണം എന്ന് പറഞ്ഞ ആരാ വരൻ? അത് പണിക്കരേശന് പറയാൻ പറ്റും? ഒന്ന് അറിഞ്ഞിരിക്കാന്. പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല. പയ്യനെ നിങ്ങൾ തരേണ്ട ആവശ്യവുമില്ല. അവൻ വരും ഉടൻ തന്നെ. ചിലപ്പോ നാളെ നേരം വെളുക്കുമ്പോ നിങ്ങളോ ഞാനോ കണി കാണുന്നത് തന്നെ അവനെയാണെങ്കിലോ? എന്താ സന്തോഷമാകില്ലേ ദാസേട്ടന്? എന്തു പറയുന്നു? സന്തോഷവും, വളരെ വളരെ സന്തോഷം. സ്വാമി, നീ തന്നെ തുണയ്ക്കണം.
നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. അനിയും കുഞ്ഞും നന്ദന മേഡവും നിശ്ചയത്തിന് സമ്മതിച്ചിരിക്കുക. അത് മാത്രല്ല, എന്റെ ജീവൻ കാത്തതും ദേവി തന്നെയാന്ന് എനിക്കറിയാം. എന്നാലും അഖില മേഡത്തിനെ കൊണ്ട് എനിക്ക് രക്തം തെളിയിച്ചില്ലേ? വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ ശയനപ്രദക്ഷിണം ദേവിക്ക് ഇഷ്ടായില്ലേ? ദേവി, ഇനി ഈ കല്യാണിക്ക് ഒരാഗ്രഹം കൂടി ബാക്കിയുള്ളൂ. വല്യ കുഞ്ഞിന്റെ കല്യാണം. നല്ല മനുഷ്യനാ വല്യ കുഞ്ഞ്. ആർക്കും ഇഷ്ടപ്പെടും. നല്ല രാജകുമാരി പോലെ ഒരു പെൺകുട്ടിയെ വേണം വല്യ കുഞ്ഞിന് കിട്ടാൻ. അവര് തമ്മിൽ നല്ല ചേർച്ചയായിരിക്കണം. അതിനുവേണ്ടി ഈ നടയില് ഇനി ശയനപ്രദക്ഷിണം ചെയ്യാൻ ഈ കല്യാണി തയ്യാറാ. ദേവി, സഹായിക്കണേ. ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നറിയില്ലേ? പുറത്ത് മലയാളത്തിലല്ല എഴുതി വെച്ചിരിക്കുന്നത്. താനെന്താ കണ്ണൂട്ടനാണോ? ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് വന്നേ. ഓരോരുത്തമാര് രാവിലെ ഇറങ്ങിക്കോളൂ. ഇങ്ങോട്ട് മാടോ, മാടോ ഇങ്ങോട്ട്, ഇങ്ങോട്ട് മാടോ. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരാൻ മാടോ. കല്യാണി തൃച്ചംബരത്തേക്ക് തിരിച്ചു വന്ന വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കില്ലെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നിശ്ചയത്തിന് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള അനർത്ഥങ്ങൾ ഇനിയും ആവർത്തിച്ച അവള് പിന്നെ ജീവിച്ചിരിക്കണോ അതോ തൂങ്ങിച്ചാവണോ? അഖില, പരീക്ഷണേട്ടാ. അതുകൊള്ളാം. പറയാനുള്ളത് ഞാനല്ല, നീയാണ്. ഞാൻ വന്നതുപോലും അറിയാതെ എന്തായിരുന്നു ഇത്ര വലിയ ആലോചന? യു സീം ലിറ്റിൽ ബിറ്റ് വറീഡ്. പറയ്, എന്തു പറ്റി നിനക്ക്? അത് പിന്നെ കൃഷ്ണേട്ടാ, ഞാൻ കല്യാണിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നേ. അവളുടെ കാര്യം നമ്മളത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്ന് തോന്നുന്നു. കല്യാണിയുടെ കാര്യമെല്ലാം കഴിഞ്ഞില്ലേ? ഹോസ്പിറ്റൽ വാസമെല്ലാം കഴിഞ്ഞ് ഒരു പ്രശ്നമില്ലാതെ പഴയ മിടുക്കി കല്യാണിയായിട്ട് അവൾ തിരിച്ചു വന്നില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കല്യാണിക്ക് കുടുംബത്തോട് എന്താ എത്ര വിശ്വാസവും കരുതലും എന്ന്. ദാസിന്റെ രക്തമല്ലേ, അതങ്ങനെ വരൂ. ഓ സോറി, ഞാൻ മറന്നു. ഇപ്പോൾ നിന്റെ രക്തമാണല്ലോ കല്യാണിയുടെ സിരകളിൽ. ഷീസ് എ മെമ്പർ ഓഫ് അവർ ഫാമിലി നൗ. നോ, സോറി, എനിക്കതങ്ങോട്ട് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഷീ ഈസ് നോട്ട് എ ഫാമിലി മെമ്പർ. ഷീ ഈസ് ജസ്റ്റ് ആൻ ഔട്ട്സൈഡർ, ദാറ്റ്സ് ഓൾ. ഏതോ നാട്ടിൽ നിന്ന് ഈ വീട്ടുമുറ്റത്തേക്ക് വന്നു കയറിയ വെറും ഒരു വില്ലേജ് ഗേൾ. പിന്നെ
കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ കല്യാണിയെ പോലൊരു ജോലിക്കാരിയെ കിട്ടിയത് ഭാഗ്യം തന്നെയാ. അവള് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും, നമ്മളത് കഴിക്കുകയും ചെയ്യും. പക്ഷേ അവള് കാരണം ഇനി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് തീരുമാനിച്ചേ പറ്റൂ. എന്താ അഖിലേ നീ പറയുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? ആ മഹേശ്വരി പറഞ്ഞതൊക്കെ കേട്ടതല്ലേ കൃഷ്ണേട്ടൻ? പിന്നെന്താ ഇങ്ങനെ ഒരു ചോദ്യം? ഹാ, അതാണോ? അതിന് അരവിന്ദ് മറുപടി കൊടുത്തതാ. അവിടെ തീർന്നില്ല ആ പ്രശ്നം. ഇല്ല, വാസ്തവത്തിൽ നമ്മൾ അരവിന്ദിന്റെ ഭാഗത്തുനിന്ന് മാത്രമാ ചിന്തിച്ചത്. പക്ഷേ ഒരു പെണ്ണിനെ ഭർത്തൃവീട്ടിലേക്ക് അയക്കുന്ന ഒരു അമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ മഹേശ്വരിയുടെ ആശങ്കകളൊക്കെ ശരി തന്നെയാ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണം സാഹചര്യങ്ങളാ. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ എല്ലായിടത്തും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതാണ് എന്റെ തീരുമാനം. മാഡം, കല്യാണി, ഒരു മിനിറ്റ്. ഞാൻ നിനക്ക് രക്തം നൽകിയെന്ന് വിചാരിച്ച് നീ പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിക്കണ്ട. പഴയതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ വീട്ടിലെ മറ്റു ജോലിക്കാരെ പോലെ നീയും ഒരു ജോലിക്കാരി മാത്രം. അത് ഓർമ്മ വേണം എപ്പോഴും. അവനവന് എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞു പെരുമാറിയാൽ കൂടുതൽ കാലം തുടരാം. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും നിന്റെ സ്ഥാനം തൃച്ചംബരത്തെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അവനവന് എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞു പെരുമാറിയാൽ കൂടുതൽ കാലം തുടരാം. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും നിന്റെ സ്ഥാനം തൃച്ചംബരത്തെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായി മാഡം. ശരി, എന്നാ പൊയ്ക്കോ. എന്തൊരു മാറ്റമാക്കില്ലേ നിനക്കിത്? കല്യാണിയുടെ കാര്യത്തിൽ മഹേശ്വരി നിന്നെ ആകെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് തോന്നുന്നു. നീ ആകെ കൺഫ്യൂസ്ഡ് ആണല്ലോ. ഒരു അഖിലേണ്ടേശ്വരി അന്ന് കല്യാണിക്ക് രക്തം കൊടുക്കുന്നു, മറ്റൊരു അഖിലേണ്ടേശ്വരി ഇന്ന് ഒരു കാര്യമില്ലാതെ അവളെ അപമാനിച്ചും ഭയപ്പെടുത്തിയും വിടുന്നു. എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സോറി, കൺഫ്യൂഷൻ എനിക്കല്ല, കൃഷ്ണേട്ടനാ. നല്ല സ്വബോധത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അന്ന് ഞാൻ കല്യാണിക്ക് രക്തം നൽകിയത് അവളുടെ ജീവൻ രക്ഷിക്കാനാ. ആസ് എ ഹ്യൂമൻ ബീയിങ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. അത് അവളല്ല, ഈ വീട്ടിലെ ഏത് സെർവന്റ് ആയാലും ഞാനത് ചെയ്യണം, ചെയ്യുകയും ചെയ്യും. പറഞ്ഞില്ലേ, അത് കേവലം മനുഷ്യത്വം. അത് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത് നമ്മുടെ തറവാടിന്റെ മാനം രക്ഷിക്കാനാ. തൃച്ചംബരത്ത് അലംഘനീയമായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, പാരമ്പര്യമായിട്ടുള്ള ഒരു അച്ചടക്കവും ശീലവും. ഇന്നലെ വന്ന ഒരു ജോലിക്കാരി പെണ്ണ് അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ആഫ്റ്റർ ഓൾ, എ സെർവന്റ് ഈസ് എ സെർവന്റ്. ദാറ്റ്സ് ദ പോയിന്റ്. ജോലിക്കാരത്തിയെ യജമാനത്തിയാക്കരുത് എന്നർത്ഥം. ബെറ്റർ യു ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, പ്ലീസ്.